ശബരിമലയിൽ ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 25 ലക്ഷം കവിഞ്ഞു. കാനനപാതകളിലൂടെ ദർശനം നടത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ ഭക്തർ ഇതുവരെ കാനനപാതകളിലൂടെ സന്നിധാനത്തേക്കെത്തി. ശരാശരി 80,000 മുകളിൽ ഭക്തരാണ് ദിവസവും ദർശനം നടത്തുന്നത്. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സന്നിധാനത്ത് ഭക്തജന പ്രവാഹത്തിൽ കുറവില്ല. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള കണക്ക് പ്രകാരം 30,000 മുകളിൽ ഭക്തർ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ മാത്രമാണ് ഭക്തജന തിരക്കിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തിരക്ക് അനുഭവപ്പെടുന്നു. ഫ്ലൈ ഓവറും നടത്തുന്നതിലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടത്തു നിന്നും തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ ക്യൂ ക്രമീകരിച്ചാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടത്തു നിന്നും ബാച്ചായിട്ട് ഘട്ടം ഘട്ടമായി ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നു. തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ ഈ രീതിയിലാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. മിനിറ്റിൽ 60-നും 70-നും മുകളിൽ ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിടുന്നു. കുഞ്ഞയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങളെല്ലാം ധാരാളമായി എത്തുന്ന ദിവസമായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയത്. ഇതുവരെ 25 ലക്ഷത്തോളം ഭക്തർ ദർശനം നടത്തിയിട്ടുണ്ട്. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഈ കാനനപാത വഴി എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ഇതുവരെ വിവിധ കാനനപാതകളിലൂടെ സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തി. ഇതിൽ സത്രം പുൽമേട് പാതയിലൂടെ ദിവസവും 5,000-നും 6,000-നും ഇടയിൽ ഭക്തജനങ്ങൾ ശരാശരി കണക്ക് പ്രകാരം എത്തുന്നു. പമ്പ എരുമേലി അഴുത പാതയിലൂടെ 1,500-3,000 ഭക്തജനങ്ങൾ ദിനം പ്രതി ശരാശരി സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്തുന്നുണ്ട്. പമ്പയിലൂടെ മാത്രം 24 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ദർശനത്തിനെത്തിയപ്പോൾ വിവിധ കാനനപാതകളിലൂടെ എത്തിയ 1 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങളുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ 25 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇതുവരെ ദർശനം നടത്തി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. അവധിയുടെ ദിവസങ്ങളാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞയ്യപ്പന്മാരുമൊക്കെയായി ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. മണ്ഡലപൂജ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടം മകരവിളക്ക് തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുകയാണ്. മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇനി മകരവിളക്ക് തീർത്ഥാടന കാലത്തും വലിയ തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ട്. എന്തായാലും തിരക്കിന്റെ മണിക്കൂറുകൾ തന്നെയാണ്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടാകുന്ന ആ മണിക്കൂറുകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്നും കാണുന്ന കാഴ്ച. ക്യാമറമാൻ അനുജ് ജനാവറിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.